വെൽക്കം ബാക്ക് ടു എ കെ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുക വനിതയിലാണ്. ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വ സിനിമ കാണാൻ ആദ്യ ഷോ 9:30. നല്ല മഴയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും, അതായിരിക്കും വെയിറ്റ്. ഗൈസ്, അങ്ങനെ സിനിമ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡായി. എനിക്ക് ലാലേട്ടൻ്റെ തുടരുന്ന ശേഷം പിന്നെയും ലാലേട്ടൻ ഈസ് ബാക്ക് ടു ബാക്ക് ഇൻ മോളിവുഡ്. എന്താ പറയുക ലാലേട്ടൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹാട്രിക്കിലോ ഇത് ലാലേട്ടൻ്റെ കരിയറിൽ നല്ല ഹാട്രിക് ഈ വിജയം ഉറപ്പിക്കുന്ന ഒരു പടമാണ്. ഓണത്തിന് ലാലേട്ടൻ തന്നെ കൊണ്ടുപോയി എന്ന് പറയാം. ഒരു രക്ഷയില്ല. എന്താ കിടിലൻ മൂവി. നമ്മൾ സത്യനന്ദിക്കാണ്ട് സാറിൻ്റെ പടത്തിന് നമ്മൾ പഴയ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു ചില സീസൺ നമുക്ക് പഴയ വൈബ് എനിക്ക് ഫീൽ ചെയ്യും. നന്നായിട്ട് കോമഡീസാണ്. ഒരു രക്ഷയില്ല. പോസിറ്റീവ്സായിട്ടാണ് എനിക്ക് മെയിനായിട്ട് പറയുന്നത് ഈ പടത്തിൽ. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ഒരുപോലെ കട്ടയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കോമഡിയോടെ ചിരിച്ചൊരു തിയേറ്ററിൽ വഴിയായി. എൻ്റെ പൊന്നോ, എന്താ കോമഡി. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ സംഗീതം ഉള്ള കോമ്പോ ശരിക്കും വർക്കൗട്ടായി പടത്തിൽ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ മൊത്തത്തിൽ പിന്നെ മ്യൂസിക് വർക്കും കൊള്ളാം. പിന്നെ ഒരു കുറച്ച് സർപ്രൈസായ സംഭവമുണ്ട്. അതൊക്കെ ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഉറപ്പായിട്ട് പറയില്ല. ലാലേട്ടൻ തന്നെ ഓണത്തിന് തൂക്കിയെന്ന് പറയാം. എനിക്ക് എല്ലാം കൊണ്ട് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ ആദ്യ പകുതിയിൽ നല്ല കോമഡീസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ല കോമഡി, അത്യാവശ്യം നല്ല ഇമോഷൻസും ഒരുപാട് കണക്ട് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര നല്ല സിനിമകൾ എടുത്ത മനുഷ്യന്. ഒരു രക്ഷയില്ല. എന്താ പടം. സിനിമ കണ്ടു ഞാനിപ്പോൾ എത്തിയുള്ളൂ. ഇവിടെ നല്ല ബഹളമാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ തന്നെ വീഡിയോ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. വീഡിയോ തന്നെ എനിക്ക് എടുത്ത് പറയണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ എൻ്റെ പൊന്നോ എന്താ അല്ലേ. ലാലേട്ടനായിട്ട്, സംഗീതമായിട്ട്, മാളവിക മോഹനായിട്ട്, പിന്നെ സംഗീതം കുറേ നാൾക്ക് ശേഷം ആനന്ദ ശ്രീപാല, പിന്നെ അങ്ങനെ അടക്കം ഒറ്റവരെ നല്ല സിനിമയ്ക്ക് ശേഷം പിന്നെ സത്യനന്ദിക സാറിൻ്റെ പടത്തിൽ പിന്നെ അവർ വന്നതും എല്ലാവരും, പിന്നെ ലാലുരസ് ആണെങ്കിലും സിദ്ദിഖാണെങ്കിലും എല്ലാവരും കട്ടയ്ക്ക് അടിപൊളി. ഒറ്റ വാക്കി പറഞ്ഞാൽ കിട്ടില്ലെന്ന് പറയാം. എനിക്ക് ഭയങ്കര പറയുക. ഞാൻ താങ്ക്സ് ടു സത്യനന്ദിക സാർ ഫോർ മേക്കിംഗ് ദിസ് വണ്ടർഫുൾ ഫിലിം. ഈ കൊല്ലം നമുക്ക് തരുൺ മൂർത്തി സമ്മാനിച്ച പോലെ മറ്റൊരു ഓണസമ്മാനമായി മാറിയിരിക്കുകയാണ് ഹൃദയപൂർവ്വം. എനിക്ക് എന്താ പറയുക, എന്താ ഒരു കിടിലം പടം. എനിക്ക് മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. മൊത്തത്തിൽ എനിക്ക് പോസിറ്റീവായിട്ടേ പറയാനുള്ളൂ. നെഗറ്റീവായിട്ട് എനിക്ക് ഒരു ഇഞ്ച് ലാഗ് പോലും തന്നില്ല. അത്രയും ഗംഭീരമായിട്ട് എടുത്തു വെച്ചാൽ സിനിമയുടെ തുടക്കം മുതൽ ഇൻ്റർവെൽ വരെ വളരെ ചിരിപ്പിച്ച് ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ചു. സെക്കൻഡ് ഹാഫും നല്ല കോമഡിക്ക്, സെക്കൻഡ് ഹാഫും അതേ സ്മൂത്തിലോടെ കോമഡിക്ക് പോയി ക്ലൈമാക്സ് എത്തുമ്പോൾ അല്പം ഇമോഷണലായിട്ട് നമുക്ക് കണക്ട് ചെയ്യും. കാരണം ലാലേട്ടൻ ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ഈസ് ബാക്ക് ടു ബാക്ക്. എല്ലാത്തിനും ലാലേട്ടൻ ഇതുപോലത്തെ കുറേ നല്ല സിനിമകൾ ഇനിയും ഈ കോംബോ ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോ നെവർ ഡിസപ്പോയിൻറ്റഡ് മീ. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത് ഓണത്തിന് കൊണ്ടുപോയി എന്ന് പറയാം. ഈ പടം എനിക്ക് എന്താ പറയുക, ലാലേട്ടൻ്റെ കൊച്ചു പടം. ഇതുപോലത്തെ കൊച്ചു പടങ്ങൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തുക. ഒരു വലിയ പ്രതീക്ഷയോ വലിയ ഹൈപ്പോ ഒന്നും കൊടുക്കാണ്ട് കയറിയതാണ്. പക്ഷേ ഒരു ഹോപ്പുണ്ടായിരുന്നു ലാലേട്ടൻ സത്യനന്ദിക്കാട് കോപ്പോ. അത് വിചാരിച്ച് കയറി. പക്ഷേ എനിക്കതിൻ്റെ ഇരട്ടി സമ്മാനമാണ് എനിക്ക് തന്നത്. ഒരു ഓണ സമ്മാനം തന്നെ ഞാൻ പറയാം. അതേപോലെ എനിക്ക് പേഴ്സണലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു മസ്റ്റ് വാച്ചാണ്, മസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെ കിട്ടിയ പടമാണ്. എനിക്ക് മൊത്തത്തിൽ എനിക്ക് പടം ഗംഭീരമായിട്ട് തോന്നി. എനിക്ക് ഒരു ഇഞ്ച് ലാഗ് പോലും ഫീൽ ചെയ്തില്ല. എല്ലാം കൊണ്ടും കട്ടയ്ക്ക് അടിപൊളി, വേറെ ലെവലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 5 സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ 1:30 ഷോ ലോക ചാപ്റ്റർ 1 കാണാൻ കയറിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഞാൻ ചോദിച്ച് നോക്കി. അത് എന്തായാലും ഞാൻ കാണാൻ കയറുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ വൈകിട്ട് വരുന്നതായിരിക്കും. ഇന്ന്
ഇപ്പോൾ ഹൃദയപൂർവ്വം കണ്ടു. ഇപ്പോൾ അടുത്ത ലോക ചാപ്റ്റർ 1 കാണാൻ പോകുന്നു. നാളെ ഞാൻ ഓടുകുതിര ചാടുകുതിരയും കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സ്റ്റിൽ വെയിറ്റ്.